ഹായ് ഡിയർ, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമനെ കാണാനായിട്ട് സുമിത്രയും അതുപോലെ ബാലുവും കൂടി ജയിലിലേക്ക് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അവരെ കാണുമ്പോൾ ബാലരാമൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇവർ സാഗറിനെയും അതുപോലെ സുജുവിനെയും വകവരുത്താൻ വേണ്ടിയിട്ട് ബലരാമനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ബാലു പറയുന്നുണ്ട്, മോനെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സാഗറിൻ്റെ കാല് പിടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സാഗറിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഒരിക്കലും അവർക്ക് രക്ഷിക്കണമെന്നില്ല, നിനക്ക് എത്രയും കൂടുതൽ ശിക്ഷ വാങ്ങിത്തരണമെന്ന് തന്നെയാണ് സാഗറും അതുപോലെ സുജാതയും പറയുന്നത്. നീ അമ്മയെപ്പോലെ കണ്ടതല്ലേ സുജാതയെ, പക്ഷേ അവർക്കാണ് നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അത് തന്നെയാണ് സുജാതയ്ക്ക് നിന്നെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടാ മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ബലരാമൻ, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവർക്ക് എന്നെ ഒരിക്കലും അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റില്ല, അവരെന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല മോനെ, കാരണം അവൾക്ക് നിന്നെ ഇഷ്ടമല്ല ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പകയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, ആ 30 വർഷത്തിൻ്റെ മുന്നേ സംഭവിച്ച കാര്യമെന്ന് പറയുമ്പോൾ ബലരാമൻ തിരിച്ച് സുമിത്രയോട് പറയുന്നുണ്ട്, എന്താണ് ആ 30 വർഷം മുന്നേ നടന്നത് എന്നോടും കൂടി തുറന്ന് പറയാനായിട്ട് പറയുന്നു. നീ ഇനി അതറിയണം, ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ചാൽ ഞങ്ങളുടെ ആ സത്യം നീ തുറന്ന് പറയണം. സാഗറും അതുപോലെ ബാലുവും കൂടി വലിയൊരു ഫ്രണ്ട്സായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഒരു കമ്പനിയിൽ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ബാലുവിനോട് ഷെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാഗർ. ആ സമയത്ത് തന്നെ ബാലു ആ ഓർഡർ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കണ്ടതെല്ലാം വിറ്റ് പെറുക്കി തന്നെ ആ കാശ് സാഗറിന് കൊടുത്തു. പക്ഷേ ഓർഡർ കിട്ടിയപ്പോൾ ബാലുവിനെ ഒഴിവാക്കി സാഗർ തന്നെ അതെടുത്തു. കാരണം ബാലുവിനെ അവർ ചതിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആ ചതിയെല്ലാം തന്നെ മനസ്സിലായത്. പിന്നെ ബാലുവിനെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം തന്നെ ബാലുവിന് ഒട്ടും തന്നെ വയ്യാണ്ടായി. പിന്നീട് അവർ ബാലുവിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. അങ്ങനെ രാഖി രാമായണം തന്നെ ബാലുവിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നിന്നെ ഞങ്ങൾ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഞങ്ങളും നരകതുല്യമായി മാറുകയാണ് ചെയ്തത്. വീട്ടുപണി ചെയ്തിട്ടും വീട്ടു ജോലി എടുത്തിട്ടും എല്ലാ ജോലികളും ചെയ്തിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത് മോനെ. കാരണം അത്രയും കഷ്ടപ്പെട്ടു നിന്നെ ഒരു നിലയിലാക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാഗർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾക്ക് ഈ അവസ്ഥ വരില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു വളർത്തി, എനിക്ക് നീ ഞങ്ങളുടെ മകനല്ലെങ്കിൽ കൂടി ഞങ്ങൾ നിന്നെ എത്രമാത്രമാണ് സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ, എന്താ അമ്മ ഈ പറഞ്ഞത്, മകനല്ലേ, ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. നീ എന്താ പറയുന്നത് എന്ന രീതിയിലൊക്കെ സുമിത്രയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് മോനെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇല്ല അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തിരിച്ച് പറയൂ അമ്മ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും നീ ഞങ്ങളുടെ മകനല്ല എന്ന് പറയുമ്പോഴത്തേനും വീണ്ടും തകർന്നു പോവാണ് കേട്ടോ ബലരാമൻ. എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളുടെ മകൻ ഞാനല്ലേ. അതേ മോനെ ഞങ്ങളുടെ മകനല്ല എന്നും ബാലു ബലരാമനോട് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയതാണ്, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചു, ആ സമയത്ത് ഞങ്ങൾ നിന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. നീ ഞങ്ങളുടെ മകനല്ലെങ്കിലും നിന്നെ ഞാൻ മകനെ പോലെയല്ലേ ഞങ്ങൾ സ്നേഹിച്ചത്, നിനക്കൊരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ നിന്നോട് പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷേ നീ ഞങ്ങൾക്കെതിരെ തിരിയാണെന്ന് കണ്ടപ്പോൾ മാത്രം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്നറിയോ. നീ എന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നീ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും നീ എൻ്റെ പൊന്നു മോൻ തന്നെയാണെന്ന രീതിയിലൊക്കെ സുമിത്ര ബാലുവിൻ്റെ മുന്നിൽ വളരെയധികം നാടകം കളിക്കുകയാട്ടോ ചെയ്യുന്നത്. പിന്നെ എല്ലാം പറഞ്ഞു, അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞില്ല, എന്നെ ഉപേക്ഷിച്ച അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അത് സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ നിന്നോട് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ബാലുവും അതുപോലെ സുമിത്രയും കൂടി അവിടെ നിന്ന് പോവാണ്. അവർക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന രീതിയിൽ തന്നെയാണ് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ബാലുവും അതുപോലെ സുജാതയും കൂടിയും തിരിച്ചു പോകുന്നു. പിന്നീട് ആൻറ്റിയമ്മയും മാനസയാണ് കാണിക്കുന്നത് കേട്ടോ. മാനസയും ആൻറ്റിയമ്മയും കൂടി, എന്തായാലും നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും കൃഷി നിനക്കുള്ളത് തന്നെയാണ്, അതെന്ത് പറഞ്ഞാലും നിനക്ക് ഞാൻ തരും.
ഇനിയിപ്പോൾ താലി കെട്ടിയതൊന്നും നീ വലിയ കാര്യമാക്കണ്ട, കൃഷ്ണൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും, എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് സന്തോഷത്തോടു കൂടി നീ അംഗീകരിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും സുജാതയും അതുപോലെ സാഗറും കൂടി നീ എന്താ ഇങ്ങനെ പിണങ്ങി പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, വായോ പോവാൻ നമുക്കെന്ന് പറയുന്നു. അങ്ങനെ അവർ പാക്ക് ചെയ്യുക കേട്ടോ, സാഗറും അതുപോലെ സുജുവും കൂടി. ആ സമയത്ത് തന്നെ മാനസിയും അതുപോലെ ആൻറ്റിയമ്മയും കൂടി വരുന്ന കേട്ടോ. എന്താ പിണക്കൊക്കെ മാറി, ഇപ്പോൾ പോയതുപോലെ ഇല്ലല്ലോ, രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ടല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ അനിയൻകുട്ട, ഇവൾ വെറുതെ കൃഷ് ഇന്ന് അവളോടൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലി തിരക്ക് കാരണം അവൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളത്. പക്ഷേ ഇവൾ അതിനെ അംഗീകരിച്ചിട്ട് വേണ്ടേ. പിന്നെ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും സുജു ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, പണ്ട് സുജുവിനെയും കൊണ്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഇവളെന്താ എന്നോട് പറഞ്ഞതെന്നറിയോ, ആത്മഹത്യ വരെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ മറന്നിട്ടുണ്ടോ? ഇവരെപ്പോഴും വഴക്ക് തന്നെയായിരുന്നു ആ കാര്യത്തിൽ. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ സ്വഭാവവും. പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു കേട്ടോ. അത് ശരിയാണ്, അത് ശരിയാണെന്ന രീതിയിൽ സുജു അതുപോലെ സാഗറും കൂടി പറയുന്നുണ്ട് കേട്ടോ. പ്രണയിച്ച് നടക്കുമ്പോൾ ഇവരെന്തൊക്കെ വാശിത്തരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെയായിരുന്നു എനിക്ക് എപ്പോഴും നേരം എന്നൊക്കെ മാനസിയോട് ആൻറ്റിയമ്മ തമാശ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനെ സുജു പറയുന്നത്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഞങ്ങൾ പെൺകുട്ടികൾക്ക് എപ്പോഴും വാശി തന്നെയാണ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരില്ലെങ്കിൽ പിന്നെ എന്താ ഞങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, പെൺകുട്ടികളോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പിന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് അവരുടെ രീതിയിൽ തന്നെ തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, ഞങ്ങൾ എന്തായാലും ബാക്കൊക്കെ ചെയ്താൽ. പക്ഷേ കൃപയ്ക്കാണെങ്കിലോ ഭയങ്കര വിഷമം കേട്ടോ. കാരണം മാനസി ഒരിക്കലും തന്നെ കൃഷിൻ്റെ ഭാര്യയാക്കാനായിട്ട് കൃപയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിഷമമുണ്ട്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, എന്തായാലും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കൃഷിനെ ഞാൻ എൻ്റെ വരുതിക്കാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോളെ, സുജു എന്നെ വരുതിക്കാക്കിയതുപോലെ എൻ്റെ മകന് കുറച്ച് ഫ്രീഡമൊക്കെ നീ കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആലോചിക്കാം അങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശരി, മാനസ എന്തായാലും ഓഫീസിലേക്ക് പോകട്ടെ, ഇപ്പോൾ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും മോൾ ഇന്ന് പോവണ്ട, ഇനി ഞങ്ങൾ നാളെ പോവുമല്ലേ എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, അവൾ പോട്ടെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ കഷ്ടത്തിലാവും, കമ്പനി നഷ്ടത്തിലാവും എന്ന് പറയുന്നു. പിന്നെ അനിയൻകുട്ട, നാളെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തനിച്ച് എനിക്ക് നല്ല ബോറടിക്കും, അതുപോലെ മാനസയുടെ അമ്മ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അത് ഏതായാലും നല്ലൊരു അഭിപ്രായമാണ് ചേച്ചിയമ്മ പറഞ്ഞത്. എന്തായാലും അവരിവിടെ വന്ന് നിൽക്കട്ടെ, ചേച്ചിയമ്മയ്ക്ക് ഒരു തുണയാവുമല്ലോ. ഞങ്ങൾ വന്ന ഉടനെ തന്നെ മോളുടെയും കൃഷ്ണൻ്റെയും കല്യാണം കേട്ടോ ഞങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ആൻറ്റിയമ്മ പിന്നെ മാനസയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിന്നെ ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി വരുമ്പോൾ നീ ഇവിടെ വേണ്ട, അതുകൊണ്ട് തന്നെയാണ്, നീ പൊയ്ക്കോ എന്ന് പറയുന്നു. അവന് നമുക്ക് സർപ്രൈസുകളുടെ ഒരു ബഹളം തന്നെ ഒരുക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം തന്നെ കൺമണിയാണ് കാണിക്കുന്നത്. കൺമണിയാണെങ്കിൽ സിന്ദൂരും അതുപോലെ താലിമാലയൊക്കെ അണിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ ഗോകുൽ അവിടെ നിൽക്കുന്നത്. അപ്പേ പോയ പോലെയല്ലല്ലോ അപ്പ തിരിച്ചു വരുന്നത്, ആകെപ്പാടെ ഒരു ചേഞ്ചാണല്ലോ കാണാനായിട്ട് പറ്റുന്നത്. അതെന്താടാ ഇനി അങ്ങനെ പറയുന്നത്? കഴുത്തിൽ താലിമാലയുണ്ട്, കയ്യിൽ പ്രസാദം, നെറ്റിയിൽ സിന്ദൂരം, ഇതൊക്കെ നല്ലൊരു സൂചനയാണല്ലോ നൽകുന്നത്. എന്താ അപ്പേ, എന്തൊക്കെ കാര്യങ്ങൾ? അപ്പം റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് റിസൈൻ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ എന്ന് പറയുന്നു. ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് അപ്പയ്ക്ക് അങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് റിസൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളത്. മാത്രമല്ല ഈ താലിമാലയും അതുപോലെ സിന്ദൂരമൊക്കെ അണിയിച്ചത് ആരാന്ന് ചോദിക്കുന്നു. അത് ക്രിസ് തന്നെയാണ്. കണ്ടോ, ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഞാൻ അപ്പളേ പറഞ്ഞ് വാശി പിടിക്കേണ്ട എന്നുള്ളത്. പിന്നെ അപ്പയ്ക്ക് ദേഷ്യമായി. ഞാൻ എത്ര പറഞ്ഞിട്ടും അപ്പ കേട്ടില്ലല്ലോ. പക്ഷേ എനിക്കറിയായിരുന്നു ഇതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം അലികയിൽ നിന്ന് തിരിച്ചു പോരുകയില്ല, എന്തായാലും അവിടെ തന്നെ തുടരണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്താറിന് അപ്പയ്ക്ക് സ്വന്തമാണെന്ന് പറയുന്നു. കാരണം ക്രിസ്താർ അപ്പയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കൺമണിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ആവുകട്ടെ ചെയ്യുന്നത്. ശരിയാടാ, ഇനി ക്രിസ്താറുമൊത്ത് ഞങ്ങൾ നല്ലൊരു ജീവിതം തുടരും. ഇനി എനിക്ക് ഒരു കാര്യത്തിൽ പേടിയില്ല, ക്രിസ്താർ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇനി എല്ലാവരോടും പോകാൻ പറ, അപ്പയെ സ്വന്തമാക്കാൻ ക്രിസ്താർ തന്നെ വരും, എനിക്ക് നല്ല ഉറപ്പായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ധനലക്ഷ്മി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഗോകുലി നീ എവിടെയാണെന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേനും കൺമണി ആ താലിമാലയൊക്കെ ഉള്ളിലേക്ക് ഇടുന്നു കേട്ടോ. ഏട്ടത്തി എന്തിനാണ് നിന്നെ വിളിക്കുന്നത്? അമ്മ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വിളിക്കുന്നത് ഉണ്ടാവുക.
എന്തായാലും അപ്പ എന്തായാലും ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കൺമണി പറയുന്നുണ്ട്, ക്രിസ്സാരേനെ കൃഷ്ണമണി പോലെ നോക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഗോകുൽ പറയുന്നത്, കൃഷ്ണമണിന്നോ, അതെന്തുകൊണ്ടാണ് ക്രിസ്സാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായോ അപ്പയ്ക്ക്? എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്സാറിൻ്റെ കൃഷും അതുപോലെ കൺമണിയുടെ മണിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ് കൺമണി തിരിച്ച്. അത് കൃഷ്ണമണി, കണ്ണിൽ കൃഷ്ണമണി പോലെ നിങ്ങൾ രണ്ടുപേരും കൂടി പേരിൽ തന്നെ നല്ല യോജിപ്പുള്ളവരാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു. അത് ശരിയാണല്ലോ, നീ ഇങ്ങനെ ഒരു അർത്ഥം അതിലുണ്ടായിരുന്നു, പിന്നല്ലാതെ അത് വിചാരിച്ചിട്ട് തന്നെയല്ലേ ക്രിസ്സാർ അപ്പയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷമായി എനിക്ക്, ഇനി ഒന്നും കൊണ്ട് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നു ഗോകുൽ പോകുന്നു കേട്ടോ. അപ്പോൾ കൺമണി എല്ലാം തന്നെ സന്തോഷത്തോടു കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ക്രിഷാണെങ്കിൽ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. ആൻറ്റിയമ്മയുണ്ട്. ആൻറ്റിയമ്മേ എന്തായാലും സോറി ആൻറ്റിയമ്മേ, സന്തോഷത്തോടു കൂടി തന്നെ കൃഷി വരുന്നത്. സോറി ആൻറ്റിയമ്മേ, ഞാൻ കുറച്ച് വഴുകിപ്പോയി, കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. നീ എവിടെ പോയതാണ്? താലി കെട്ടാൻ പോയതാണോ അതോ സിന്ദൂരം തൊടിയിക്കാനാണ് പോയതെന്ന് ചോദിക്കുന്നു. എന്താ ആൻറ്റിയമ്മേ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, നീ താലി കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഓ, ആൻറ്റിയമ്മ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി. കൺമണിയെ താലി കെട്ടിയിട്ടുണ്ടോ എന്നല്ലേ? അതുതന്നെയാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നു. അതെ, ഞാൻ കൺമണിയെ താലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ് ആൻറ്റിയമ്മ, എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്താ മോനിട്ടാ നീ പറയുന്നതെന്ന് ചോദിക്കുന്നു. തീർച്ചയായും ഞാനിത് അമ്മയോടും അതുപോലെ അച്ഛനോടും പറയാനായിട്ടാണ് വന്നത്. എന്തായാലും ആദ്യം തന്നെ ആൻറ്റിയമ്മയോട് തന്നെ പറയാം. കാരണം ആൻറ്റിയമ്മ എന്നെ ഒരുപാട് നോക്കിയതല്ലേ, പിന്നെ അല്ലാതെ നിന്നെ ഈ കയ്യിലിട്ടിട്ടല്ലേ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നിന്നെയാണ് ഞാൻ നല്ലപോലെ നോക്കിയത്. ഞാൻ ആൻറ്റിയമ്മയായിട്ടല്ല, സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് നിന്നെ നോക്കിയത്. അത് നിനക്കും അറിയുന്നല്ലേ. അതുകൊണ്ടാണ് ആൻറ്റിയമ്മയോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. എന്തായാലും എനിക്ക് കൺമണിയെ വിവാഹം കഴിക്കണം ആൻറ്റിയമ്മേ, ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ഞാൻ ആ ഒരു താലിമാല നീ കെട്ടിയ കാര്യം പറഞ്ഞതോ, അപ്പോൾ അതൊരു അപ്രതീക്ഷിതമായിട്ട് കെട്ടിയതാണ്. അവളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ആ ഒരു താലിമാല കെട്ടിയത്, ഒരു സാഹചര്യത്തിൽ കെട്ടിപ്പോയതാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവൾ എൻ്റെ ജീവിതത്തിൽ കൂടെ വേണമെന്നുള്ളത്. ഇനി അവൾ ഒരിക്കലും ഉപേക്ഷിക്കാനും എനിക്ക് സാധിക്കില്ല ആദ്യമേ, എനിക്ക് അവളെ തന്നെ വേണമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഓ, അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അങ്ങനെ തന്നെയാണ് കാര്യം. ഇനി എന്തായാലും സമാധാനമായി. ആൻറ്റിയമ്മയോട് എന്നെ ആദ്യമായി പറഞ്ഞല്ലോ, ഇനി അച്ഛനോടും അമ്മയോടും ഞാൻ പറയാനായിട്ട് പോവുകയാണ് ആൻറ്റിയമ്മ. ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ കൃഷ് ആൻറ്റിയമ്മയോടായിട്ട് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നലത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.